ഹായ് കൂട്ടുകാരെ, ഇന്ന് തിങ്കളാഴ്ച ദിവസം ഇപ്പോൾ ഒരു 5:30 മണി സമയമായിട്ടുണ്ട്. ഞാനും ചിക്കും കൂടി വള്ളിക്കീഴിൽ അമ്മ വീട്ടിലോട്ട് പോവുക. എന്തിനാന്നല്ലേ, അമ്മ രാവിലെ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ് അമ്മയ്ക്ക് കുറച്ച് ദിവസം കൊണ്ട് അമ്മയുടെ മനസ്സിലുണ്ട് അമ്മക്ക് ഗുരുവായൂരൊന്ന് പോയാലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോൾ ഞാനും പോകാനായിട്ട് റെഡിയായി. നമുക്ക് വൈകിട്ട് ഒരു 6:30 ഇൻ്റർസിറ്റി ഉണ്ട്. അപ്പോൾ അതിനകത്ത് പോകാനാണ്. അപ്പോൾ 12-12:30 ആകുമ്പോഴത്തേക്കിനും ഗുരുവായൂരെത്തും. അപ്പം നമുക്ക് ഉളിയക്കോവിൽ നിന്നും ഞങ്ങൾ ചിക്കുമോൻ്റെ വണ്ടിയില്ല ഞങ്ങൾ പോകുന്നത്. വള്ളിക്കിഴി ചെന്ന് അമ്മുമ്മയെ എടുത്തിട്ട് വേണം പോവാൻ. അപ്പം നമുക്ക് പോവാം. ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ കാണുന്നത് അമ്മൂമ്മയുടെ 2 കൂട്ടുകാരികളുമായിട്ട് ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുവാണ്. കൂട്ടുകാരികളുടെ അടുത്ത് പോകുന്ന വിശേഷമൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് പുള്ളിക്കാരത്തി. നമുക്ക് 6:30 ട്രെയിനാണ്. ഇത്തവണ റൂം എടുത്ത് സമാധാനമായിട്ട് രാവിലെയും വൈകിട്ടും തൊഴുതിട്ട് വരാനാണ് പോകുന്നത്. എല്ലാ പ്രാവശ്യവും പോയിട്ട് ധൃതിപ്പെട്ട് തൊഴുത് പെട്ടെന്ന് ഓടി അടുത്ത ട്രെയിനിൽ കയറി വീട്ടിൽ വരാൻ നിൽക്കും. ഇത്തവണ അങ്ങനല്ല, സമാധാനത്തിൽ തൊഴുതിട്ട് വരും. ചിക്കുമോ സ്റ്റേഷനിൽ ഇറക്കിയിട്ട് അവനങ്ങ് തിരിച്ചു പോയി. ഞാനും അമ്മൂമ്മയും കൂടെ 2ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് നടക്കുക കേട്ടോ. ചെന്നത് നമ്മുടെ ട്രെയിൻ വന്നതും പെട്ടെന്നായിരുന്നു. നമ്മൾ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലാണ് കയറിയത്. നല്ല വൃത്തിയുള്ള ട്രെയിൻ കേട്ടോ. ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നു ഇരിക്കാൻ. ഞങ്ങൾ ഇരുന്നിടത്ത് നമുക്ക് കിടക്കാം. ഞാൻ ഇവിടുന്ന് കായംകുളം എത്താറായപ്പോഴത്തേക്കിനും ദാണ്ട സീറ്റ് ഒക്കെ കിട്ടി. ഞങ്ങളുടെ ആനും അമ്മയും കിടക്കുമായിരുന്നു. അപ്പോൾ ചക്കവറ്റൽ കൊണ്ടുപോയായിരുന്നു. അതൊക്കെ നുള്ളിപ്പറക്കി തിന്നും പറ്റി ഞാനങ്ങ് കിടന്ന് കേട്ടോ. പുറത്ത് നല്ല മഴ. അപ്പോൾ നല്ല നീറ്റായിട്ടുള്ളൊരു ബോഗിയായിരുന്നു ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ കയറിയത്. സീറ്റും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു. നമുക്കും ഒരു സന്തോഷമാണ്. നമുക്ക് ഒരു 12:30 ആയപ്പോൾ നമ്മൾ ഗുരുവായൂർ സ്റ്റേഷനിലെത്തി. ഇനി നമുക്കൊരു റൂം എടുക്കണം, നോക്കാം ബാ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ആ കുളത്തിൻ്റെ ആ സൈഡിൽ തന്നെ നമുക്ക് റൂം കിട്ടി. തൊട്ടടുത്ത് തന്നെ റൂം കിട്ടി. ഞങ്ങൾ റൂമിൽ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വെളുപ്പിന് ഒരു 4 മണി ഒക്കെ ആയപ്പോൾ ഞങ്ങൾ കുളിച്ച് അമ്പലത്തിലോട്ട് പോകാനായിട്ട് റെഡിയാവുക. ഞാൻ സെറ്റ് മുണ്ടാണ് ഉടുത്തേക്കുന്നത് കേട്ടോ. അമ്മ സെറ്റ് സാരി. പുറത്ത് നല്ല മഴ കേട്ടോ. എന്നാലും ഇപ്പം 4 മണിയായി. നമുക്ക് അമ്പലത്തിലോട്ട് പോവാം. അമ്പലത്തിൽ ചെന്നപ്പോൾ ആ കമ്പിക്കെട്ടിനകത്തുള്ള ആളെ ഉള്ളായിരുന്നു. അങ്ങനെ ഞങ്ങളും കയറി നിന്ന് പെട്ടെന്ന് തന്നെ തൊഴുതിട്ടിറങ്ങി. നല്ല കാറ്റും മഴയുമായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോഴും വരുമ്പോഴും ഒക്കെ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയപ്പോഴുണ്ടല്ലോ കണ്ണനെ നമുക്ക് കുറച്ച് ദൂരെ നിന്നിട്ടേ കാണാൻ പറ്റത്തുള്ളായിരുന്നു. ഇപ്രാവശ്യം കണ്ണൻ്റെ അടുത്ത് നിന്ന് നമുക്ക് തൊഴാൻ പറ്റി. എല്ലാവരെയും അടുത്തൂടെയാണ് വരി വിടുന്നത്. റൂമിലിരുന്നുകൊണ്ട് ഞാൻ എടുത്ത വീഡിയോയായി ഇത് കേട്ടോ. ഞങ്ങൾ തൊഴുതിട്ട് റൂമിൽ വന്നതിന് ശേഷം നല്ല മഴ കണ്ടോ.
അമ്പലത്തിൽ നിന്ന് രാവിലെ കാപ്പി കുടിച്ച് 2 ഇഡലി, ചമ്മന്തി, പിന്നെ ഉപ്പുമാവും അതിൻ്റെ കറിയും, പിന്നെ കാപ്പി, ചൂട് കാപ്പി. അപ്പോൾ ഇത്രയും കഴിച്ച് ഇനി ഉച്ചയ്ക്ക് നമ്മളിപ്പോൾ തൊഴുതിറങ്ങി ഇനി റൂമിൽ പോരുന്നില്ലേ, കാപ്പിയും കുടിച്ചിട്ട് റൂമിൽ വന്ന് ഇനി ഉച്ചയ്ക്ക് പോയി ഫുഡ് കഴിക്കണം. അപ്പോഴുമൊക്കെ പുറത്ത് നല്ല മഴയാകട്ടോ, നല്ല ജനമുണ്ട്, പക്ഷെ കയറ്റി വിടുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ വെളുപ്പിനെ 4 മണിക്ക് ആണ് പോയി തൊഴുതത്. ഇപ്പം കണ്ടോ വരി നീങ്ങുന്നുണ്ടോ? അധിക സമയവും നമ്മൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഈ കുട്ടികളുടെ ഡാൻസും ഒക്കെ കണ്ടിരിപ്പുണ്ടായിരുന്നു. അന്നദാനം കഴിക്കാൻ പോവുക കേട്ടോ, ഉച്ചക്കലത്തെ കണ്ണൻ്റെ അന്നദാനം. എന്നിട്ട് ഇനി പിന്നെ ഇത് പ്രസാദം മേടിക്കുന്നിടത്ത് പോയിട്ട് റെസിപ്റ്റ് എഴുതി പാൽപ്പായസമൊക്കെ മേടിക്കണം. അത് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പോകണം. ആനയെ കൊണ്ടുവന്ന് ഇപ്പുറത്തെ ഗേറ്റിൻ്റെ അടുത്ത് കെട്ടിയേക്കുക കേട്ടോ. അമ്പലത്തിനകത്തുനിന്ന് നമുക്ക് കദളിപ്പഴമൊക്കെ കിട്ടി കേട്ടോ. അതാണ് ഈ പഴം. പിന്നെ ഞങ്ങൾ ഡാൻസ് കളിച്ച കുട്ടികളുമായിട്ട് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് കുറേ സമയം കൂടി ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്നിട്ടാണ് ഞങ്ങൾ റൂമിൽ പോയത്. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി റൂമിൽ പോയി നന്നായിട്ടൊന്ന് ഉറങ്ങണം. ഉറങ്ങി എഴുന്നേറ്റ് കുളിച്ചിട്ട് വൈകുന്നേരത്ത് വീണ്ടും അമ്പലത്തിൽ വരണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.